ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യുപിഐയുടെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ വേഗതയാണ്. എന്നാൽ വർദ്ധിച്ചുവരുന്ന ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുന്നതിനായി ചില പ്രത്യേക ഇടപാടുകൾക്ക് 1 മണിക്കൂർ കാലതാമസം ഏർപ്പെടുത്താനുള്ള ആലോചനയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ (RBI). ഇത് സംബന്ധിച്ച ഒരു ചർച്ചാ പ്രബന്ധം RBI പുറത്തിറക്കിക്കഴിഞ്ഞു. ഈ നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ 10,000 രൂപയ്ക്ക് മുകളിലുള്ള വ്യക്തിഗത ഇടപാടുകൾക്ക് 1 മണിക്കൂർ വിരാമമുണ്ടാകും. അതായത് അയക്കുന്നയാളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഉടൻ കുറയുമെങ്കിലും സ്വീകർത്താവിന് അത് ലഭിക്കാൻ 1 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടിവരും. ഈ സമയത്തിനുള്ളിൽ താൻ വഞ്ചിക്കപ്പെട്ടതായി അയക്കുന്നയാൾക്ക് തോന്നിയാൽ ഇടപാട് റദ്ദാക്കാനുള്ള സൗകര്യവും ഇതിലുണ്ടാകും. എന്നാൽ സാധാരണ കടകളിൽ നടത്തുന്ന പേയ്മെന്റുകളെയും QR കോഡ് സ്കാനിങ്ങിനെയും ഈ പുതിയ നിയമം ബാധിക്കില്ല. അംഗീകൃത പുഷ് പേയ്മെന്റ് (AP) എന്നറിയപ്പെടുന്ന തട്ടിപ്പുകൾ തടയുക എന്നതാണ് RBI ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഹാക്കർമാർ ബാങ്ക് സംവിധാനങ്ങൾ തകർക്കുന്നതിനു പകരം ബാങ്ക് ഉദ്യോഗസ്ഥരോ സർക്കാർ പ്രതിനിധികളോ ആയി ചമഞ്ഞ് ഉപയോക്താക്കളെക്കൊണ്ട് നേരിട്ട് പണം അയപ്പിക്കുന്ന രീതിയാണിത്. ഭയപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും പണം തട്ടിയെടുക്കുന്ന ഇത്തരം സോഷ്യൽ എഞ്ചിനീയറിംഗ് തട്ടിപ്പുകളിൽ പലപ്പോഴും ഇരകൾക്ക് പിഴവ് തിരുത്താൻ സമയം ലഭിക്കാറില്ല. UPIയുടെ തത്സമയ സ്വഭാവം തന്നെയാണ് തട്ടിപ്പുകാർക്ക് പണം വേഗത്തിൽ മാറ്റാൻ സഹായിക്കുന്നത്. പണം കൈമാറ്റം ചെയ്യപ്പെട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ അത് പിൻവലിക്കാനോ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റാനോ സാധിക്കും. ഇത് പണം വീണ്ടെടുക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു. സിസ്റ്റം സുരക്ഷിതമാണെങ്കിലും പണം കൈമാറുന്ന വേഗത സമ്മർദ്ദത്തിലുണ്ടാകുന്ന തെറ്റുകൾ തിരുത്താൻ ഇടം നൽകുന്നില്ല എന്നതിനാലാണ് ഇത്തരമൊരു പരിഷ്കാരം RBI പരിഗണിക്കുന്നത്.